പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കൊറേ ഡീറ്റെയിലേക്ക് വരണം. എന്താ പറയണ്ടേ ഇന്നലത്തെ ഒരു ഇത് ലൈക്ക് നമ്മളെ പരിപാടിനെ പറ്റി ഇന്നലെ എന്താ പറയണ്ടേ? അതായത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ചെക്കന്മാർക്കുള്ള ആ പ്രോഗ്രാം, നിങ്ങളെ എൻട്രി? ആ ഇന്നലെ സത്യം പറഞ്ഞാല് അതായത് നിക്കാഹ് വേറെ ഒരു ടീം, ഇത് വേറെ ഒരു ടീമാണ്. അതെ, അങ്ങനെ ഒരു സാധനം പറഞ്ഞോ? അല്ല ഞാൻ നിക്കാഹ് കഴിഞ്ഞ അന്ന് മുതലേ ഞാൻ അർഷിനോടും ഇവരോട് പറയലുണ്ട്, നിക്കാഹിൻ്റെ ആ ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ നമുക്കൊരു ഇൻറ്റിമേറ്റ് സംഭവം വേണം. കാരണം അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതും നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ആ ഫംഗ്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അർഷിനോട് ഞാൻ പറഞ്ഞു, ഒരു ഇൻറ്റിമേറ്റ് സാധനം നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നിക്കാഹ് കഴിഞ്ഞിട്ട് എന്തായാലും പ്ലാൻ ആക്കണം. അർഷി അത് എത്തിയൊക്കെ തന്നെ അർഷി മിക്കും ഓരെല്ലാവരും നമ്മളെ ചെക്കന്മാരെല്ലാവരും കൂടി ബാസിൽ, അനാന്, അർഷു ഓലെല്ലാവരും അങ്ങനെ എല്ലാവരും കൂടി പ്ലാൻ ആക്കിക്കാണ്ട് ഇന്നലെ അങ്ങനെ നമ്മളുടെ ഒരു ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് കഴിഞ്ഞു. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ മനസ്സിൽ വിചാരിച്ചത് ആ ഒരു ലെവലിൽ തന്നെ ചെക്കന്മാർ ഉഷാറാക്കി ചെയ്തു തന്നു. അർഷിൻ്റെ ഒക്കെ മാസ്റ്റർ ബ്രെയിൻ പ്ലാൻ ഉണ്ടായിരുന്നല്ല ഈ എൻട്രിൻ്റെ ടൈമിൽ മറ്റേ കളർഫുൾ ആയിട്ടുള്ള പേപ്പർ വിമാനങ്ങൾ ഉണ്ടാക്കിക്കാണ്ട് എറിയലൊക്കെ ഇനി പരിപാടികൾ ഒക്കെ നല്ല അത് അടിപൊളിയാണ്. അത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ്. അത് ഇതുവരെ ഒരു വീഡിയോസിലും അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഒരു വെറൈറ്റി സാധനമായി മാറിയത് അല്ലേ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ എന്നെ പിടിച്ച് കറക്കാൻ പറഞ്ഞു. അവിടെ കുറച്ച് നേരം അടങ്ങാറായി. കല്യാണത്തിന്റെ ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണത്തിന്റെ ജേണി എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ പറയുകയാണെങ്കിൽ വളരെ വിചിത്രമായ ഒരു ജേണി ആയിരുന്നു അത്. കാരണം ഒന്നാമത് കൊല്ലത്താന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും അതിനൊക്കെ ആദ്യം അയ്യോ ഓനെന്ന് വെച്ചാൽ പരിപാടിക്ക് വരെ കൊല്ലത്തേക്ക് പോകണമല്ലോ, പരിപാടിയാണല്ലോ, ഓൻ്റെ പരിപാടിയാണല്ലോ, അങ്ങനെ പോണ ആളാണ്. അപ്പോൾ ലോങ്ങാണെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി നമ്മളെ സംബന്ധിച്ച് ഹുദ ആയാലും അസുറ ആയാലും നമുക്ക് കുറച്ചായിട്ട് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ പിന്നെ അസുറിനെ നമുക്ക് കുറേ കാലമായിട്ട് അറിയാം, ഹുദനാണ് ഉദ്ദേശിച്ച് കുറച്ചായിട്ട് നമുക്ക് അറിയുന്നതാണുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടാക്കും ഓരോ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. പിന്നെ അസുറും തന്നെ ബാക്കിയുള്ള കല്യാണത്തിനൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടാണ് നിന്നിരുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അസുറുണ്ട് വളരെ ഡീസൻറ്റ്. അപ്പോൾ അസുറുണ്ട് ഒരു കല്യാണം വരിക എന്നുള്ളത് നമ്മളിൽ തന്നെ ഒരു ആവശ്യം ഇനി അത്യാവശ്യം ഇനി. അപ്പോൾ അങ്ങനെ വന്നു. ഇപ്പോൾ നിക്കാഹ് കഴിഞ്ഞു ഇന്നലെ. അതിൻ്റെ ഒരു ചെറിയ